സോണിയാഗാന്ധി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. യു.പി.എ രൂപീകരണത്തിൽ ഉൾപ്പെടെ യെച്ചൂരിയുടെ ഇടപെടലുകളെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിയോഗത്തെക്കുറിച്ച് സോണിയാഗാന്ധി അനുസ്മരിച്ചത്. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, സോണിയാഗാന്ധിക്കൊപ്പം മറ്റേതൊക്കെ കോൺഗ്രസ് നേതാക്കൾ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്, വിവരങ്ങൾ. സീതാറാമുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് സോണിയാഗാന്ധി. അല്പസമയം മുമ്പാണ് സോണിയാഗാന്ധിയും മറ്റു കോൺഗ്രസ് നേതാക്കളും IKG ഭവനിലെത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. പി ചിദംബരം, അതോടൊപ്പം തന്നെ അജയ് മാക്കൻ, ജയറാം രമേശ്, കപിൽ സിബൽ തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ എത്തി പുഷ്പചക്രം അർപ്പിച്ചു. യെച്ചൂരിയുടെ ഭാര്യ സീമ ചിഷ്ടിയുമായി സേവനം സംസാരിച്ച ശേഷമാണ് സോണിയാഗാന്ധി മടങ്ങിയത്. ഒരുപക്ഷെ കോൺഗ്രസുമായിട്ടുള്ള ഒരു സർക്കാർ 2004 വാജ്പേയി സർക്കാരിന് പതനത്തിന് ശേഷം പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസുമായി CPM-ൽ നിന്ന് ചർച്ച നടത്തിയിരുന്നതും സീതാറാം യെച്ചൂരിയായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ UPA 1 സർക്കാർ രൂപീകരണത്തിൽ യെച്ചൂരി വഹിച്ച പങ്ക് സോണിയാഗാന്ധി എടുത്തു പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ സഖ്യ രൂപീകരണത്തിലും ഈ സോണിയാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയുടെ പങ്ക് നമുക്ക് മറക്കാൻ കഴിയില്ല. എല്ലാ തരത്തിലുള്ള ഭിന്നതകളും മാറ്റിവെച്ച ഒരു വർഗീയ കക്ഷിയായ BJP-യെ എതിർക്കുക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യമാണ് നമ്മൾ നടപ്പാക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്നുള്ള അന്നത്തെ ആ ഒരു നിലപാട് CPM-ന്റെ ഭാഗത്ത് നിന്നും വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് UPA സർക്കാർ രൂപീകരിച്ചത്. ഇടതുപക്ഷം പുറത്തു നിന്നാണ് പിന്തുണ നൽകിയതെങ്കിലും UPA-യും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും തമ്മിലുള്ള ഏകോപനത്തിനായി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുകയും മുതിർന്ന നേതാവായ പ്രണബ് മുഖർജിയുടെ ചുമതല സോണിയാഗാന്ധി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലൊരു വലിയ ഏകോപനം പ്രധാന വിഷയങ്ങളിൽ യോജിക്കുകയും അതോടൊപ്പം തന്നെ അത് നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാൻ കഴിയുമെന്നുള്ള ആ രാഷ്ട്രീയ ഒരു പ്രത്യയശാസ്ത്രം നടപ്പാക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പം സീതാറാം യെച്ചൂരിയായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നാൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയാണ് അല്പസമയം മുമ്പ് എത്തിയത്. അല്പസമയത്തിനകം DMK നേതാക്കളും ഈ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് ഇവിടെ എത്തുന്നുണ്ട്. കനിമൊഴിയും അതോടൊപ്പം തന്നെ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും IKG ഭവനിലെത്തുമെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇപ്പോൾ കേന്ദ്ര നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. P രാജീവ്, PK ശ്രീമതി, KK ശൈലജ, സുജാത തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. EP ജയരാജൻ എന്നിവരൊക്കെ തന്നെ മൃതദേഹത്തിന് തൊട്ടരികിൽ തന്നെ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട്. മുൻ സ്പീക്കർ K രാധാകൃഷ്ണൻ, CPM കണ്ണൂർ നേതാവ് MV ജയരാജൻ എല്ലാവരും എല്ലാ നേതാക്കളും ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കാണാൻ കഴിയുന്നത് യുവ തലമുറയുമായിട്ടുള്ള യെച്ചൂരിയുടെ ആത്മബന്ധം വ്യക്തമാക്കുന്നതാണ് ഇവിടെ എത്തിയിട്ടുള്ള വലിയ സാന്നിധ്യം. ഭവനിൽ സീതാറാം യെച്ചൂരിക്ക് നേതാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളെയും നമുക്ക് അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. സോണിയാഗാന്ധി അല്പസമയം മുൻപാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം അവിടെ എത്തി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. മതേതരത്വത്തിന്റെ ശക്തനായ പോരാളി എന്നായിരുന്നു സോണിയാഗാന്ധി യെച്ചൂരിയെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. സോണിയാഗാന്ധി ഉൾപ്പെടെ നിരവധി നേതാക്കൾ അവിടെ അന്ത്യാഭിവാദ്യം എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.